അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2 സൊല്യൂഷൻസ് ആണ് ഗൈസ് എനിക്ക് പറഞ്ഞത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറയാലോ ഗൈസ്, ലോൺ സാങ്ഷൻ ആയി. എന്താ അപ്പോൾ എന്തായാലും ഗൈസ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. അതൊക്കെ ആപ്പ് ത്രൂ ആണ് ഞാൻ എൻ്റെ പ്രോബ്ലംസ് എല്ലാം സൊല്യൂഷൻസ് കണ്ടെത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് ഇട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, കാരണം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് സഞ്ജു ടെക്കിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ. ഇപ്പോൾ ലാസ്റ്റ് സഞ്ജുവിൻ്റെ വീഡിയോ വന്നതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ എടുത്തു എന്നല്ലോ കേട്ടോ. ഓക്കെ, സഞ്ജുവിൻ്റെ ആ വീഡിയോ ആണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു കേസിൽ ഫസ്റ്റ് ഞാൻ നോർമലി നമുക്ക് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ കേസ് ഇട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് പറയണം തോന്നിയിട്ട് പറയാൻ കേട്ടോ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെക്കാളും മുകളിൽ നിൽക്കുന്നത് എപ്പോഴും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സാണ്. കാരണം വെച്ചാൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഓൺ കോണ്ടന്റ് ആണ്, സ്വന്തമായിട്ടുള്ള സംഗതികളാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ അവർ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ അതിന് അഭിപ്രായം പറയുന്നത് മാത്രം കേട്ടോ. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. സഞ്ജുവിൻ്റെ ഈ വീഡിയോ 2 ദിവസം ഇന്നലെ മിനിഞ്ഞാന്നത്തെ വന്നൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ആ വീഡിയോ സഞ്ജു 2024 സഞ്ജുവിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. 2023 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 2023 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. കാരണം കുറച്ച് ദിവസം മുന്നേ സഞ്ജുവിൻ്റെ ബ്രേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ വന്നിരുന്നു. അതിനുശേഷം സഞ്ജുവിൻ്റെ എക്സ് ലവർ ആ കുട്ടിയും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊന്നും റിയാക്ട് ചെയ്തില്ല. കാരണം അവരുടെ പേഴ്സണൽ ലൈഫ് അതല്ല, ഞാൻ ആ സമയത്ത് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ അവരുടെ പേഴ്സണൽ ലൈഫ് വിചാരിച്ചിട്ടില്ല. കാരണം പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യേണ്ടവരും കമൻറ്റ് ചെയ്യലൊക്കെ കമൻറ്റ് ചെയ്യും. ഓക്കെ, അത് മാന്യമായ രീതിയിൽ ചെയ്യാമെന്ന് മാത്രം ഞാൻ എൻ്റെ ആ ഒരു എത്തിക്സ് ആയിട്ട് നമ്മൾ മാക്സിമം കണക്കാക്കുന്നുള്ളൂ. ഈ വീഡിയോ ആ ഒരു രീതിയിലുള്ളൊരു മാന്യമായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ മാത്രമാണ് കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം, ഈ വീഡിയോ കണ്ടവർക്കറിയാം ഈ വീഡിയോയിൽ സഞ്ജു കുറച്ച് കാര്യങ്ങൾ വലിയ ആഗോള പ്രശ്നമായിട്ടല്ല, പക്ഷേ ഇതിൽ 1-2 കാര്യങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല സച്ചിൻ ടെണ്ടുൽക്കറുടെ ഇഷ്യൂ നിങ്ങൾ അറിഞ്ഞോ? അതായത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ അടുത്ത് നമ്മൾ കണ്ടു രശ്മിക മന്ദാനൻ്റെ ഒരു AI ഫേക്ക് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫേക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇറങ്ങിയിരുന്നു അല്ലേ? ആ വീഡിയോ കണ്ടു. അതൊരു നോർമൽ ഒരു കുറച്ചൊക്കെ എന്താ പറയുക അവരല്ലാത്ത ഒരു ഫേസ് വെച്ചിട്ട് ഒരു ഫേക്ക് ചെയ്തിറക്കിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് 2 ദിവസം മുന്നേ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു AI ഫേക്ക് വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. എന്താണ് ഈ വീഡിയോയിലെ റെലവൻസ് എന്നുള്ളത് നിങ്ങൾക്ക് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. मेरी बेटी इस समय यह गेम खेल रही है जिसके बारे में हर कोई बात कर रहा है, एविएटर। वह स्काईवर्ड एविएटर क्वेस्ट ऐप खेलकर हर दिन 180,000 रुपये निकालती है। मुझे कभी कभी आश्चर्य होता है कि अब अच्छा पैसा कमाना कितना आसान हो गया है। और सबसे दिलचस्प बात यह है कि यह एप्लीकेशन बिल्कुल मुफ्त है, कोई भी आईफोन मालिक इसे डाउनलोड कर सकता है। ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഈ വീഡിയോ കണ്ടവർക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ കാര്യങ്ങൾ സസ്പെൻസ് ഇല്ലാതെ പറയാം. ഇത് 2 ദിവസം മുന്നേ സച്ചിൻ ടെണ്ടുൽക്കർ എക്സ് പ്ലാറ്റ്ഫോം പഴയ ട്വിറ്ററിൽ എക്സിൽ ഷെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ടെണ്ടുൽക്കറിനെ ഷെയർ ചെയ്തതാണ്. ഓക്കെ, ഇതിൽ ടെണ്ടുൽക്കർ പറയുന്നത് ഒരു ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഒരു ബെറ്റിംഗ് ആപ്പ്, ഞാൻ ഈ ഒരു ഗെയിമിംഗ് അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ മകൾ യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇത്ര അധികം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടെണ്ടുൽക്കർ പറയുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടെണ്ടുൽക്കറുടെ ഈ ഭാഗമൊക്കെ നമുക്ക് അറിയുന്നവർക്ക് അറിയാം അത് ടെണ്ടുൽക്കർ ചെയ്ത വീഡിയോ അല്ല. ഈ വീഡിയോ AI ഉപയോഗിച്ച് ഫേക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലാണ്. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഇത്രയധികം ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉള്ളൊരു വ്യക്തി ഈ ഒരു ആപ്പിൻ്റെ ഒരു പരിചയം, അതായത് ബെറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ഗെയിമിംഗ് ആപ്പ് കൊണ്ടത് പരിചയപ്പെടുത്താൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നോർമൽ ആൾക്കാർക്കൊക്കെ ഒരുപാട് പേര് ചിന്തിച്ചിട്ട് ആ ഒരു സ്കാമിൽ വീണു പോകും. ഇതൊരു സ്കാമാണോ, ഇതൊരു തട്ടിപ്പാണ് അല്ലേ? ഇതെന്തുകൊണ്ടാണ് ടെണ്ടുൽക്കറുടെ കേസ് പറയാൻ കാരണം വെച്ചാൽ മലയാളത്തിൽ ഇന്നുള്ള വ്ളോഗേഴ്സിൽ ഈ ബെറ്റിംഗ് ആപ്സും സ്കാം എന്ന് പറയുന്നില്ല, ബെറ്റിംഗ് ആപ്സ് അല്ലെങ്കിൽ ഗെയിമിംഗ് ആപ്സ് വളരെ വ്യാപകമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് സഞ്ജു ടെക്കി. ഞാനത് മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഒരാളും ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടൈം പോലും സ്പെൻഡ് ചെയ്യുന്നില്ല. ആരും സ്പെൻഡ് ചെയ്യാനും പാടില്ല. എല്ലാവർക്കും ഈ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവർ, സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നവർ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെല്ലാം ഒരു എന്താ പറയുക അവരുടെ റവന്യൂ ജനറേഷനാണ്, അത് മാക്സിമൈസേഷനാണ് അല്ലേ? അപ്പോൾ അതിന് എല്ലാ വഴികളും എടുക്കും. ആ കാര്യത്തിൽ സഞ്ജു വളരെ മിടുക്കനാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ തെറ്റായിട്ട് പറയല്ല കേട്ടോ, സീരിയസ്ലി സഞ്ജുവിൻ്റെ ചെയ്തതിലും കാര്യങ്ങളിലൂടെയൊക്കെ പല ആൾക്കാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. കമൻസ് ഞാൻ ഒരുപാട് അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ പറയുന്നത് ആൾ വളരെ മിടുക്കനാണ്. കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഈ ചെറിയ പ്രായത്തിൽ അവൻ എവിടെ കിടന്ന ആൾ ഇത്രയും ഹൈറ്റിൽ അവൻ്റെ ഇന്നത്തെ സിറ്റുവേഷനിൽ അവൻ എത്തിയെങ്കിൽ അവൻ്റെ ആ ഒരു എഫേർട്ടിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ആ എഫേർട്ടും അവനെ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്താണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. പിന്നെന്താ വെച്ചാൽ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അതിൽ പെടാതിരിക്കണം എന്ന് വെച്ചാൽ അത് ഇതിൽ പെട്ടിട്ട് പ്രശ്നത്തിൽ കുടുങ്ങാതിരിക്കണം വെച്ചാൽ പ്രശ്നത്തിൽ കുടുങ്ങുന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത് ഗെയിമിംഗ് ആപ്സിൻ്റെ കാര്യം കേട്ടോ.
ഈ കുടുങ്ങാതിരിക്കണം വെച്ചാൽ സ്വയം നമുക്കും കുറച്ചൊരു ബുദ്ധി വിവേചനം വേണം. അത് കാണിക്കാത്തവർ കുടുങ്ങിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഈ ഒരു കേസ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ സഞ്ജു ടെക്കി ഇതുപോലെ പല ആപ്സും സഞ്ജു ടെക്കി പരിചയപ്പെടുത്തുന്നത്. ഈ പല ആൾക്കാരും പലതും പരിചയപ്പെടുത്തുന്നത്. സഞ്ജു ടെക്കിയുടെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞതാണ്. ഈ ഒരു കേസിൽ സഞ്ജു ടെക്കി ഇന്നത്തെ ഈ ഒരു ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോയിൽ സഞ്ജുവിൻ്റെ ലൈഫിൽ 2023 സഞ്ജുവിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ ക്ലിപ്പാണ് നിങ്ങളിവിടെ കണ്ടത്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ സഞ്ജുവിൻ്റെ വീഡിയോ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ആ ക്ലിപ്പ് വീണ്ടും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. സഞ്ജുവിൻ്റെ വീഡിയോ പോയി കാണുക എല്ലാവരും. അപ്പോൾ സഞ്ജു പറയുന്നുണ്ട് 23 സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തിയും പറയുന്ന പോലെയാണ് സഞ്ജു പറയുന്നത്. സഞ്ജു പറയുന്നത് 2023 എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടുകളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന രീതിയിലാണ് സഞ്ജു സംഗതി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പറയുന്നത് സഞ്ജു ആയതുകൊണ്ട് ഇത് എങ്ങോട്ടാ പോക്കുന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അത് ഏത് പോയിന്റിലാണോ സഞ്ജു പറയുന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. സഞ്ജു പറഞ്ഞു 2023 എൻ്റെ വീട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതേപോലെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ സഞ്ജു പഴയ ഒരു വീട് ഒരു പണി നടക്കുന്ന ഒരു വീട് സഞ്ജു കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞതല്ലേ. പക്ഷെ അതല്ല, സഞ്ജു അത് ആ ഒരു ബിൽഡിംഗ് ആയിട്ട് ഒരു പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്, റെൻ്റ് ഔട്ട് ചെയ്തിട്ട് അതിനും റവന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രില്യൻറ്റ്. ഞാൻ പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ചാൽ ഇത്ര ചെറിയ പ്രായത്തിൽ ഈ രീതിയിൽ മൈൻഡ് ചിന്തിച്ചിട്ട് ഫ്യൂച്ചർ സെക്യൂർ ആക്കല്ലേ. ഇവിടെ മനുഷ്യന്മാർ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്നാലും വിമർശിക്കേണ്ട കേസ് നമ്മൾ പറയും. വിമർശിക്കല്ല കേട്ടോ, ജസ്റ്റ് ഒരു നമ്മുടെ കോണ്ടന്റിന് വേണ്ടി പറയുന്നതിന് കേട്ടോ. ശരിക്കും സഞ്ജുവിൻ്റെ ഒരു കേസിൽ നമ്മൾ കോണ്ടന്റ് ആക്കാം, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു കേട്ടോ. അത് തന്നെയാണ് റിയാക്ഷൻ വീഡിയോ. അപ്പോൾ സഞ്ജു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് ഒരുപാട് പേരുടെ ലൈഫിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉണ്ടാവുന്ന സമയത്ത് അമ്മ പറയുകയാണ് നമ്മുടെ ഈ സമയം എല്ലാവർക്കും ഉണ്ടല്ലോ, വിശ്വാസമുള്ളവർക്ക് ഈ സമയം മോശമാണോ എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ സമയം മോശം. അപ്പോൾ നമുക്ക് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് ഒരു ആസ്ട്രോളജറുടെ അടുത്ത് പോയിട്ട് നമുക്ക് സമയം ഒന്ന് നോക്കിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പോയി നോക്കുന്ന സമയത്ത് അവർ ഇന്ന കാര്യങ്ങളൊക്കെ പറയും. വിശ്വാസമുള്ളവർക്ക് അല്ലേ പോയി നോക്കും. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ പ്രതിവിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്താൽ മതി എന്ന് പറയും. ഒരു പക്ഷേ ചിലപ്പോൾ അതേ സിറ്റുവേഷൻ നമുക്ക് കണ്ടിന്യൂ ആവാം. പക്ഷേ ഒരുപാട് കേസസിൽ എന്ത് സംഭവിക്കുന്നു, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു പറഞ്ഞിട്ട് എൻ്റെ കേസിലും അതെ, അപ്പോൾ 70% ആൾക്കാർക്ക് എന്താ ഒരു ചേഞ്ച് ആൾക്കാർക്ക് ഉണ്ടാവും. ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പരിഹാരകർമ്മ ക്രിയകൾ ചെയ്തുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് വിശ്വസിക്കേണ്ട ഒരു കാര്യം ഇതിൽ വിശ്വസിക്കാൻ വരാത്തവർക്ക് എതിർക്കാം, വാട്ടെവർ. പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളിൽ വരും, ഒരു സ്പെഷ്യൽ എക്സ്ട്രാ കോൺഫിഡൻസ് വരും. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ നെഗറ്റീവായിട്ട് കണ്ടിരുന്ന സ്ഥാനത്ത് ഒരു പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങും. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. അതായത് ഞാൻ പല ആൾക്കാരോട് ഡിസ്കസ് ചെയ്തതിന് കൂടി എൻ്റെ ഒരു അനുഭവം അതാണ് കേട്ടോ. നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എനിക്ക് കാര്യങ്ങളൊക്കെ നന്നായി വരുന്നുണ്ട് എന്ന് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് ഈ പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ടിട്ട് എനിക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതാണ് ഈ ആസ്ട്രോളജേഴ്സ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. ഗ്രഹനിലൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് സംഗതികൾ പറയാണ്ട് എനിക്ക് വിശ്വാസം കുറച്ചൊക്കെ ഉണ്ട്. അന്ധമായിട്ടൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. ഈ കാര്യങ്ങളൊക്കെ സഞ്ജു ഇങ്ങനെ പറഞ്ഞ സമയത്ത് സഞ്ജു ഒരു ബാങ്ക് ലോൺ എടുക്കാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് ആ ബാങ്ക് ലോൺ എത്രയും സാങ്ഷൻ ആവുന്നില്ല. ഡിവോളജേഴ്സ് സജസ്റ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ ആസ്ട്രോളജറുടെ അടുത്ത് പോയി കാണുന്നു. കണ്ടതിന് ശേഷം സർപ്രൈസായി എനിക്ക് ആ ബാങ്ക് ലോൺ ശരിയായി എന്ന് പറഞ്ഞു. ശരിയായോ, സത്യാവസ്ഥയാണോ, നുണയാണോ, എന്താണെന്ന് അറിയില്ല. നമ്മൾ അതിക്കൊന്നും ചെകഞ്ഞു പോകുന്നില്ല. ഇതിന് പുറമെ സഞ്ജു ഒരാളുടെ പേര് പറയുന്നുണ്ട്. ഈ ഒരു വ്യക്തിയാണ് എന്നെ അതിനു വേണ്ടി സഹായിച്ചത്. എന്തോ ഒരു പേര് പറഞ്ഞു. ഓക്കെ, ഈ ഒരു വ്യക്തിയാണ് എന്നെ അതിനു വേണ്ടി സഹായിച്ചത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ആപ്പും അവിടെ സഞ്ജു പരിചയപ്പെടുത്തുന്നു. ഈ ഒരു ആപ്പാണ്, ഈ അസ്ട്രോളജിയുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് സഞ്ജു പരിചയപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് ഈ ആപ്പാണ്, ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ എൻ്റെ സ്വാഭാവികമായിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സഞ്ജുവിന് അതിൻ്റെ കമ്മീഷനും കാര്യങ്ങളും സംഭവമൊക്കെ പോകും. പക്ഷേ ഇത് മനസ്സിലാക്കി, ഇതിങ്ങനെ വീഡിയോ കാണുന്ന സമയത്താണ് മനസ്സിലാക്കിക്കൊണ്ടത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റ്സ് സഞ്ജുവിനെ തെറി പറഞ്ഞിട്ടാണ്. സ്വാഭാവികമായിട്ടും സഞ്ജുവിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ സഞ്ജുവിനെ തെറി പറഞ്ഞിട്ടാണ് വീഡിയോസ് വരുന്നത്. സഞ്ജുവിൻ്റെ ഇഷ്ടം. ഓക്കെ, അയാളുടെ ഒരു ആപ്പിൻ്റെ പ്രൊമോഷനാണ് ബേസിക്കലി അവിടെ നടന്നത്. ആപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ 50-50 ചാൻസാണ്. 50% അയാൾ എന്താ പറയുക, ചിലപ്പോൾ അയാൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം, സ്ക്രിപ്റ്റഡ് ആയിരിക്കാം, ഡിസ്കസ് ചെയ്തതായിരിക്കാം. ഇതുപോലെ തന്നെയാണ് പല ആൾക്കാരും ചെയ്യുന്നത്. പല മൊബൈലും പല പ്രൊമോഷൻസും. കുക്കു FM എന്നിട്ട് ഒരുപാട് പേര് നിന്നു. വായിക്കേണ്ടവർക്ക് വായിക്കാം. അത് കേട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ് എല്ലാവരും ഏറ്റെടുത്തു. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ചാൽ രണ്ട് ആസ്പെക്റ്റാണ് ഇതിൽ. രണ്ട് സൈഡാണ്. എന്താ വെച്ചാൽ സഞ്ജുവിൻ്റെ വീഡിയോസ് കാണുന്ന അതിൻ്റെ കമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് സഞ്ജുവിനെ വിമർശിച്ച് ചെയ്ത് കണ്ടു. ഇനിയിപ്പോൾ ഈ ആപ്പ് തട്ടിപ്പാണോ അല്ലയോന്നൊന്നും നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഗൂഗിൾ ചെയ്ത് നോക്കി ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഒരുപാട് വെബ്സൈറ്റുകളിൽ ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളും സംഭവം ഇതിന് മുന്നേ ആൾക്കാർ ചെയ്തു വെച്ച വീഡിയോസും സംഭവം കാര്യങ്ങളൊക്കെ നോക്കി. ഓക്കെ, അത് നിങ്ങൾ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഹി ഹാസ് ഡൺ എ ക്ലിയർ പ്രൊമോഷൻ. സഞ്ജുവോട് ചെയ്തൊരു പ്രൊമോഷനാണ്. സഞ്ജുവിൻ്റെ ലൈഫ് വെച്ച് കണക്ട് ചെയ്തിട്ട് ആൾ നല്ല സ്ക്രിപ്റ്റഡ് ആയിട്ട് അവിടെ സംഭവം പ്രോപ്പറായിട്ട് ചങ്ങാതി കൊണ്ടുവന്നിറക്കി.
ദർ ഇസ് നോ ഹാം ഇൻ ഇറ്റ്. എനിക്കതിലൊരു പേഴ്സണലി ഒരു ഇഷ്യൂവും തോന്നുന്നില്ല. ഓക്കെ, ഒരു ഇഷ്യൂ കാരണം വെച്ചാൽ അയാളുടെ ചാനൽ അയാൾ ഏത് രീതിയിൽ അയാളുടെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അയാൾക്കിട്ട് ഇഷ്ടമാണ്. ബൈ നൗ ഇതുവരെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒരാളുടെ ക്യാരക്ടർ, ഒരു വ്ളോഗറുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് കണ്ടിട്ടായിരിക്കണം അയാളുടെ പിന്നാലെ ആൾക്കാർ പോകുന്നത് എന്നുള്ളതാണ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതിൻ്റെ വേറൊരു ആസ്പെക്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. സഞ്ജു ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പ്രോഫിറ്റൊക്കെ മാക്സിമൈസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ നമ്മളെ ഈ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ ഈ 39-40 മിനിറ്റുള്ള വീഡിയോസ് കാണുന്നത്, അല്ലേ? എൻ്റെ കേസല്ല കേട്ടോ പറയുന്നത്. ഇതുപോലുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണുന്നത്, ഇപ്പോൾ ബ്യൂട്ടി ക്രീമിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഹെയർ ഓയിലിൻ്റെ ആണെന്നുണ്ടെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും നമ്മളെ വിശ്വസിച്ചിട്ടാണ് ആൾക്കാർ കാണുന്നത്. കാരണം ഡേ ടു ഡേ ലൈഫിൽ ഈ വെർച്വൽ ഈ സോഷ്യൽ ഇതിലൂടെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പല വീട്ടിലിരിക്കുന്ന ആൾക്കാരും അമ്മമാരും ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മളെ വീട്ടിലൊരു അംഗമായിട്ടാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിനെ കാണുന്നത്. എനിക്ക് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ്, എന്നെ കോൾ ചെയ്ത ആൾക്കാരടക്കം പല സിറ്റുവേഷനിലും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവരെങ്ങനെയാണ് എന്നെ കാണുന്നത് അവരെന്നോട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെന്താ, ഈ ചങ്ങാതി സഞ്ജു ടെക്കിയാണെന്നുണ്ടെങ്കിൽ ഇവൻ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവൻ്റെ സംസാരം കേൾക്കുന്ന സമയത്ത് ഇവൻ്റെ നമ്മുടെ ലൈഫിലേക്ക് ഇവരെ ചേർത്ത് പിടിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ ഒരാളെ നമുക്ക് പരിചയമുള്ള, അവർക്ക് നമ്മളറിയില്ലെങ്കിലും നമുക്ക് ഒരുപാട് അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ അടുത്ത് അവരെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുറച്ചെങ്കിലും ആൾക്കാർ ഈ ജ്യോതിഷത്തിലേക്ക് വിശ്വസിച്ചിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ അവിടെയാണ് ഈ കേസ് പറഞ്ഞത്, ഈ ഒരു ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് ആയതുകൊണ്ട് മാത്രം. സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അറിയില്ല നമുക്ക്, ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർ പറയും, അവരിപ്പോൾ ഇതിങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്കും ഇതുപോലെ ഇവർ റിലേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാനാണെങ്കിലും സ്വാഭാവികമായിട്ട് എനിക്കൊരു പ്രശ്നമുള്ള സമയത്ത് ഞാൻ റിലേറ്റ് ചെയ്യും, എനിക്ക് എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്നാൽ ഈ ഒരു വഴി നോക്കുക, എന്നാൽ ഇവൻ്റെ ആപ്പിലൊന്ന് കയറി ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ ബേസിക്കലി ഇവിടെയാണ് ആ കളി വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ പൈസ മുടക്കിയിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളും അവരിട്ട പെയ്ഡ് റിവ്യൂസ് അല്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നിങ്ങൾ യുക്തി ഉപയോഗിച്ച് നിങ്ങൾ തിരഞ്ഞു നോക്കുക. ഈ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അടിച്ചു നോക്കിയിട്ട് പറയുക എന്തൊക്കെയാണ് അതിൽ സൈറ്റിൽ വരുന്നത്, എന്തൊക്കെയാണ് ആൾക്കാരുടെ എക്സ്പീരിയൻസസ്, റിയൽ എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്ക് ആ റിവ്യൂ വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താ ഇതിൻ്റെ ഈ സീൻ എന്താണെന്നുള്ളത് മനസ്സിലാവും. തെറ്റല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ചെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കും, അല്ലേ? ഒരിക്കലും തീരില്ല. ബിൽഡിംഗ് കെട്ടേണ്ടി വരും, വണ്ടികൾ വാങ്ങിക്കേണ്ടി വരും, അത് ചെയ്യേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ, എന്നെ കാണുന്നൊരു വ്യക്തി അവൻ്റെ വിലപ്പെട്ട സമയം മെനക്കെടുത്തിട്ടാണ് അവൻ എൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്ത് ഈ സംഗതി കാണുന്നത്. അപ്പോൾ അവന് എന്തെങ്കിലും രീതിയിൽ നല്ലത് കൊടുക്കാനേ പറ്റില്ല, അവനെ ബുദ്ധിമുട്ടൊക്കെ ആക്കുന്ന രീതിയിൽ ഒരു സംഗതി കൊടുക്കാതിരിക്കാൻ ഓരോ കോണ്ടന്റ് ക്രിയേറ്ററും ശ്രദ്ധിക്കണം എന്ന് ചെറിയൊരു എളിയ അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്നു അത്ര നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരാളെ പറ്റി കുറ്റം പറഞ്ഞങ്ങനെ വീഡിയോ വന്നിട്ട് സ്വാഭാവികമായിട്ട് പറയുമ്പോൾ പരദോഷം എന്നൊക്കെ പറയാം. പക്ഷേ റിയാക്ഷൻ വീഡിയോസ് അങ്ങനെ തന്നെയാണ്, നമ്മൾ ഓരോ കാണുന്ന സംഭവം റിയാക്ട് ചെയ്യും. പക്ഷേ ഇത് റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനും ഇതിൻ്റെ കമൻറ്റ് ബോക്സാണ് എന്നെ ഇതിന് റിയാക്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കാരണം വെച്ചാൽ ഒരുപാട് പേര് കമൻറ്റ്സ് അയച്ചു, കാരണം ആ കമൻറ്റുകൾ എവിടെ എത്തുന്നില്ല. പക്ഷേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും എൻ്റെ അതേ അഭിപ്രായം ഉണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. എതിരഭിപ്രായമാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യോ, നിങ്ങൾക്ക് ഇതിൻ്റെ കോമൺ എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.